അങ്ങനെ പിൻട്രസ്റ്റ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഐറ്റം എൻ്റെ കണ്ണിപ്പെട്ടത്. ഇതെന്താണെന്നല്ല, ഒരു ഫ്ലവറാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം 4 പ്രാവശ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള പെറ്റൽസ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ വരച്ചെടുക്കാമേ. അതിപ്പോൾ വരച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് എന്ന് പറഞ്ഞാൽ ലോങ്ങിൽ പറ്റൽസ് വരുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെൻസിൽ വെച്ചിട്ട് അതിനകത്തൊരു ഹോൾ എടുക്കാം, അല്ലെങ്കിൽ സൂചി വെച്ചിട്ട് കൊടുത്താലും മതിയാവും. നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് എനിക്കൊരു പണി പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സ്റ്റിക്കിനകത്തോട്ട് ഇത് ഇറക്കി വെച്ചു. അപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. പിന്നെ എല്ലാം പറിച്ച് തിരിച്ചിട്ടു. എന്നിട്ട് ഇവിടെ ഒരു കട്ട് കൊടുത്തതിന് എന്നാലേ നമുക്കൊരു ബൗളിൻ്റെ ഷേപ്പിൽ വരത്തുള്ളൂ സംഭവം. അപ്പോൾ എല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതും കുറേ നേരം എടുത്തു. ഗമ്മ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയൊക്കെയാണ് ഗമ്മ് കൊണ്ടുവന്നത്. ഫൈനലി അങ്ങനെ ഞാൻ ഗമ്മ് തേച്ചു, എന്നിട്ട് ഒട്ടിച്ചു. അപ്പോൾ ആക്ച്വലി ഒരു ചെറിയ ബൗളിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഞാൻ ആ രീതിയിലാക്കിയതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് നന്നായിട്ട് കേർവ് ചെയ്തെടുക്കണം. അല്ലാതെ ഞാനൊരു പെന്ന് വെച്ചിട്ട് ഇങ്ങനെ കേർവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ കേർവ് ചെയ്ത് രീതിയിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്നും കൂടെ ആ ബൗളിൻ്റെ ഷേപ്പിൽ വരുത്താനായിട്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഗൈസ്. അങ്ങനെ ചെയ്ത് ഒരുവിധം അതായി കിട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ ഇങ്ങനെ കുഞ്ഞായിട്ട് ചുരുട്ടിയതിന് ശേഷം അതിനകത്തോട്ട് ഇറക്കി വെക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി നമുക്ക് അതിലൊരു യെല്ലോ കളറും കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതിനായിട്ട് നമ്മൾ യെല്ലോ കളറൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വരുന്നവർ ബൈ.